തുളസിത്തറയിൽ വിളക്ക് കത്തിച്ച ശേഷം തിരിച്ചകത്തേക്ക് കയറുവാണ് ഗൗരി. ഒരു പ്ലെയിൻ പിങ്ക് കളർ ടോപ്പും ഒരു വൈറ്റ് ലൂസ് പാട്ടിയാല പാൻറ്റുമാണ് വേഷം. കുളി കഴിഞ്ഞ് മുടി കുളിർപ്പിന്നൽ കെട്ടിയിരിക്കുന്നു. മുഖത്ത് യാതൊരു ചമയങ്ങളുമില്ല. നെറ്റിയിൽ ഒരു ഭസ്മക്കുറി മാത്രം. കാതിലെ കുഞ്ഞു വെള്ളക്കല്ല് പതിപ്പിച്ച കമ്മൽ. കയ്യിൽ ദീപവുമായി ഉമ്മറത്തേക്ക് കയറി വരുന്ന ഗൗരിയുടെ മുഖത്ത് ആദിയുടെ കണ്ണുകൾ തറഞ്ഞു നിന്നു. അവളുടെ മുഖത്ത് ഇതുവരെ ഇല്ലാത്ത സന്തോഷവും ശാന്തതയും കണ്ടതും അവൻ്റെ മനസ്സ് നിറഞ്ഞു. ഇവിടം അവൾക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന് അവളുടെ മുഖത്ത് നിന്ന് തന്നെ അവന് വായിച്ചെടുത്തു. അപ്പോഴാണ് വാതിൽപ്പടിയിൽ തന്നെ ഉറ്റുനോക്കി നിൽക്കുന്ന ആദിയെ അവൾ കണ്ടത്. ഒരു നേവി ബ്ലൂ കളർ ഷർട്ടും മുണ്ടുമാണ് വേഷം. അവൾ ചിരിയോടെ അവൻ്റെ അടുത്തേക്ക് ചെന്നു. അവൾ അടുത്തെത്തിയും യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുവാണ് അവൻ. ആദി, അവൻ്റെ അനക്കമൊന്നുമില്ലാത്തത് കൊണ്ട് അവൾ വിളിച്ചു. അവളുടെ ശബ്ദം കേട്ട് അവനൊന്ന് ഞെട്ടി അവളെ നോക്കി. തൊട്ടടുത്ത നിമിഷം ചുറ്റുമൊന്ന് നോക്കി അവളുടെ മുഖം പിടിച്ചത് തൻ്റെ മുഖത്തോടടുപ്പിച്ച് അവൻ്റെ നെറ്റി അവളുടെ നെറ്റിയിൽ മുട്ടിച്ചു. പെട്ടെന്നുള്ള അവൻ്റെ സ്പർശനത്തിൽ അവളുടെ ശരീരത്തിൽ ഒരു കരണ്ട് പാസ് ചെയ്ത പോലെ തോന്നി. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കും മുന്നേ ആദ്യം അവളിൽ നിന്നും അകന്നു മാറി. ഗൗരി ഞെട്ടിത്തരിച്ച് അവൻ്റെ മുഖത്തേക്ക് നോക്കിയതും തൻ്റെ നെറ്റിയിലുണ്ടായിരുന്ന ഭസ്മക്കുറി അവൻ്റെ നെറ്റിയിലേക്ക് പടർന്നിരുന്നു. ആ ഭസ്മക്കുറിയോട് പെട്ടെന്നെന്തോ വല്ലാത്തൊരു കൊതി തോന്നി. അവളുടെ കാതുകളിൽ മുഴിഞ്ഞുകൊണ്ട് അവളെ നോക്കി കണ്ണിറുക്കി കാണിച്ച് അവൻ മുറ്റത്തേക്ക് ഇറങ്ങി. അവൻ പോയി കഴിഞ്ഞതും ഗൗരി അതേ നിൽപ്പ് തുടർന്നു. അവൻ്റെ വാക്കുകൾ ചെവിയിൽ മുഴങ്ങിയതും അവളുടെ ചുണ്ടിൽ നാണത്തിൽ കുതിർന്നൊരു പുഞ്ചിരി വിരിഞ്ഞു. ചിരിച്ചുകൊണ്ട് അവൾ അകത്തേക്ക് കയറി. ഫോൺ വിളിച്ചു കഴിഞ്ഞ് ആദ്യം വന്നു. അവരെല്ലാവരും തൊഴുത് പ്രാർത്ഥിച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടി നടുമുറ്റത്തെ വരാന്തയിൽ ഒത്തുകൂടി. എന്ത് രസാലേ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ, മൊത്തം പോസിറ്റീവ് വൈബ്. ഇന്ദു നടുമുറ്റത്തെ തുളസി തറയിലേക്ക് നോക്കി പറഞ്ഞു. സത്യം, മൊത്തത്തിൽ ശാന്തമായ അറ്റ്മോസ്ഫിയർ. ഈ ട്രിവാൻഡ്രം സിറ്റിയിൽ ഇതുപോലൊരു സ്ഥലം ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അതെ, കെട്ടുപ്രായമാകുമ്പോൾ ഇവിടുന്ന് പെണ്ണ് നോക്കണം. അതാകുമ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരാലോ. വിച്ചു ഒന്ന് എറിഞ്ഞു നോക്കി. അതിനെന്താ മോനെ, നീ പറഞ്ഞാൽ മതി, നമുക്കൊരു സുന്ദരി കൊച്ചിനെ തന്നെ കണ്ടുപിടിക്കാം. വിച്ചുവിനടുത്തിരുന്ന മുത്തശ്ശി അവൻ്റെ കവിളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. അതൊക്കെ എപ്പോഴേ കണ്ടുപിടിച്ചു മുത്തശ്ശി, ഇനി നിങ്ങളൊക്കെ ചേർന്നങ്ങ് തന്നാൽ മതി. വിച്ചു അനുവിനെ നോക്കിക്കൊണ്ട് മനസ്സിൽ പറഞ്ഞു. നമ്മുടെ മുകുന്ദൻ്റെ മോളെ നോക്കിയാലോ മഹി? വിച്ചുമോനുമായി നന്നായിട്ട് ചേരും. ആ കുട്ടിപ്പോൾ +2നോ മറ്റോ പഠിക്കുവല്ലേ? അതേ അമ്മേ, നല്ല കുട്ടിയാ. അച്ഛൻ്റെയും മുത്തശ്ശിയുടെയും സംസാരം കേട്ട് ഞെട്ടി വെച്ചു അനുവിനെ നോക്കി. മുഖം വേർപ്പിച്ചുകൊണ്ട് അവനെ നോക്കി പേടിപ്പിക്കുന്നുണ്ട്. അവൻ നിസ്സഹായമായി അവളെ നോക്കി. അവൾ ഉടനെ മുഖം വെട്ടിത്തിരിച്ചിരുന്നു. വിച്ചു ബാക്കിയുള്ളവരെ നോക്കിയപ്പോൾ ചിരിയടക്കാൻ കഷ്ടപ്പെടുക. ഈ മുത്തശ്ശിയുടെ ഒരു തമാശ. വിച്ചു വിഷയം മാറ്റാനായി ശ്രമിച്ചു. ആ, പണ്ട് മുത്തശ്ശൻ ഇതുപോലെ നാടു ചുറ്റാൻ പോയി കൂടെ കൂട്ടിയതാ നമ്മുടെ മുത്തശ്ശിയെ. വാട്ട്? അമ്മയും അച്ഛനും ഒഴികെ ബാക്കി എല്ലാവരും അനു പറഞ്ഞത് കേട്ട് ഒരേ ശബ്ദത്തിൽ ചോദിച്ചു. അതെന്നെ, പണ്ട് മുത്തശ്ശൻ കൂട്ടുകാരോടൊപ്പം നാടു ചുറ്റാൻ പോയതാ മുത്തശ്ശൻ അവിടെ അങ്ങ് ഇഷ്ടമായി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോകുന്നതൊരു പതിവായി. പിന്നെ അറിയുന്നത് സ്ഥലമല്ല, അവിടുത്തെ ഒരു സുന്ദരി കൊച്ചിനെയാണെന്ന്. പിന്നെ അങ്ങോട്ട് അവരുടെ പ്രണയകാലമായിരുന്നു. ഒടുവിൽ ആ കൊച്ചിന് വേറെ കല്യാണം ഉറപ്പിച്ചപ്പോൾ മുത്തശ്ശൻ വിളിച്ചിറക്കി കൊണ്ടിങ്ങ് പോന്നു. ആ സുന്ദരി കൊച്ചാണ് ഈ ഇരിക്കുന്ന നമ്മുടെ സുഭദ്ര കൊച്ച്. അനുമുത്തശ്ശിയുടെ പ്രണയകഥ പറഞ്ഞു നിർത്തി. കൊച്ചു കള്ളി, പണി പറ്റിച്ചൂലേ? വിച്ചു മുത്തശ്ശിയുടെ താടിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഒന്ന് പോ ചെക്ക. അച്ചോടാ, അപ്പോഴേക്ക് മുത്തശ്ശിക്ക് നാണം വന്നു. മുത്തശ്ശൻ്റെ ഓർമ്മകളിൽ നാണത്തോടെ തലകുനിച്ചിരുന്നു. പിന്നെ മുത്തശ്ശൻ അസലൊരു പാട്ടുകാരനായിരുന്നു. ആഹാ, അത് വിളിച്ചു. ആ പാട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാ, ഡാ ആദി, ഒരു പാട്ട് പാടടാ. ആദിമോൻ പാടുമോ? പിന്നെ ഇവൻ ഞങ്ങളുടെ കോളേജിലെ ഗാനഗന്ധർവനല്ലേ? ആഹാ, എന്നാൽ ആദിമോനൊരു പാട്ട് പാട്. ആദ്യം എല്ലാവരെയും നോക്കി എല്ലാവരും അവനോട് പാടാൻ പറഞ്ഞു. അവസാനം അവൻ്റെ കണ്ണുകൾ ഗൗരിയിൽ പതിഞ്ഞു. അവൻ കണ്ണുകൾ നടച്ച് മൂളി തുടങ്ങി. ആദി ഗൗരിയുടെ കണ്ണിൽ നോക്കി അവൻ പാടി നിർത്തി. അവൻ്റെ സ്വരമാധുരിയിൽ സ്വയം മറന്ന് ലയിച്ചിരിക്കുവായിരുന്നു അവനും. ചുറ്റും കയ്യടി ഉയർന്നപ്പോഴാണ് അവർ പരസ്പരം കണ്ണുകൾ പിൻവലിച്ചത്. അസലായി പാടി മുത്തശ്ശിയുടെ കുട്ടി. മുത്തശ്ശി ആദിയുടെ കവിളിൽ തലോടിക്കൊണ്ട് അവൻ്റെ നെറ്റിയിൽ ചുണ്ടു ചേർത്തു. അവൻ നിറഞ്ഞ മനസ്സോടത് സ്വീകരിച്ചു. നന്നായിരുന്നു മോനെ. അച്ഛനും അമ്മയും അവനെ അഭിനന്ദിച്ചു. എല്ലാവരും വാ, സമയം ഒരുപാടായി, അത്താഴം കഴിക്കണ്ടേ? അമ്മ എല്ലാവരെയും വിളിച്ചിട്ട് അടുക്കളയിലേക്ക് പോയി. മുത്തശ്ശിയും അമ്മയുടെ പിന്നാലെ പോയി. എല്ലാവരും വാ, അതും പറഞ്ഞ് അച്ഛനും പോയി. എല്ലാവരും പോവാനായി എണീറ്റു.
ഡാ ആദി, എന്നാലും ആരാടാ ഈ നീല ഭസ്മക്കുറി അണിഞ്ഞവൾ? അജു ആദിയുടെ തോളിൽ കൈയിട്ട് ചോദിച്ചു. അത് നീ കണ്ടില്ലേ, ഗൗരിയുടെ നെറ്റിയിലെ ഭസ്മക്കുറി. ഓ ഓ, ആ കുറിയായിരുന്നോ ഈ കുറി? അജു അത് പറഞ്ഞ് ആദിയെയും ഗൗരിയെയും മാറി മാറി നോക്കി ഒന്ന് ആക്കി ചിരിച്ചുകൊണ്ട് പോയി. പിന്നാലെ ഓരോരുത്തരും അവനെ നോക്കി ചിരിച്ചുകൊണ്ട് പോയി. അവസാനം ആദിയും ഗൗരിയും മാത്രമായി. അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു. എന്തേ? എന്നാ വാ. ആദി അവളെ നോക്കി ചിരിച്ചുകൊണ്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് പോയി. അവർ ചെല്ലുമ്പോൾ എല്ലാവരും ഇരുന്നിട്ടുണ്ട്. ഒരു വലിയ ഡൈനിങ് ടേബിൾ ആയിരുന്നതിനാൽ എല്ലാവരും ഒരുമിച്ചിരിക്കാൻ പറ്റി. അവരും ഇരുന്നു. അമ്മ എല്ലാവർക്കും വിളമ്പി. അമ്മയും ഇരുന്നു. നല്ല പാൽ കഞ്ഞിയും ഇഞ്ചി ചമ്മന്തിയും പയർതോരനും പപ്പടവുമായി നല്ല ഒന്നാന്തരം ഡിന്നറായിരുന്നു അമ്മ ഒരുക്കിയത്. എന്നും ചപ്പാത്തിയും ചോറുമൊക്കെ കഴിച്ച് ശീലിച്ച അവർക്ക് ആ ആഹാരം വളരെ ഇഷ്ടമായി. അമ്മയുടെ കൈപ്പുണ്യം കൂടിയതും ഉഷാറായി. ഹോസ്റ്റൽ മെസ്സിലെ ഫുഡ് കഴിച്ച് മടുത്ത അജുവും എബിയും സിദ്ധുവും ആനും ഗൗരിയും ഒക്കെ ആസ്വദിച്ച് തന്നെ കഞ്ഞി കുടിക്കുന്നു. അമ്മ, പപ്പടം. അനു പപ്പടത്തിന് വേണ്ടി വിളിച്ചു കൂവി. നിന്റെ മുന്നിലല്ലേ അനു ഇരിക്കുന്നേ, എടുത്ത് കഴിച്ചൂടെ? വേണ്ട, അമ്മ എടുത്തതാ, അനു കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു. ഇങ്ങനൊരു പെണ്ണ് നാളെ മറ്റൊരു വീട്ടിൽ ചെന്ന് കയറേണ്ടവളാ. അവിടെയും നീ കിടന്ന് വിളിച്ചു പോവുമോ? ആ, കെട്ടുന്ന ചെക്കൻ്റെ വിധി, അല്ലാണ്ടെന്താ? അമ്മ പപ്പടം എടുത്തുകൊണ്ട് അനുവിനെ ശാസിച്ചു. അമ്മയുടെ അവസാനത്തെ ഡയലോഗ് കേട്ടതും കുടിച്ചുകൊണ്ടിരുന്ന കഞ്ഞി തരിപ്പിൽ കയറി വെച്ച് ചുമയ്ക്കാൻ തുടങ്ങി. മോനെ, ആരോ കാര്യമായിട്ട് സ്മരിക്കുന്നുണ്ട്, അതാ തരിപ്പിൽ കയറിയത്. വിച്ചുവിൻ്റെ അടുത്തിരുന്ന മുത്തശ്ശൻ അവന് വെള്ളം കൊടുത്തിട്ട് പറഞ്ഞു. അവൻ്റെ തലയിലും തട്ടിക്കൊടുത്തു. പിള്ളേരെല്ലാം അടക്കി പിടിച്ച് ചിരിക്കുന്നുണ്ട്. വിച്ചു വെള്ളം കുടിച്ചൊന്ന് റിലാക്സ് ആയപ്പോൾ അനുവിനെ നോക്കി. അവൾ നന്നായിട്ടൊന്ന് ഇളിച്ച് കാണിച്ചു കൊടുത്തു. അങ്ങനെ അത്താഴം കഴിഞ്ഞ് എല്ലാവരും ഗുഡ് നൈറ്റ് പറഞ്ഞ് കിടക്കാൻ പോയി. 2 റൂമുകളിലായി താഴെ ബെഡൊക്കെ വിരിച്ചാണ് എല്ലാവരും കിടന്നത്. എല്ലാവരും സുഖമായി ഉറങ്ങി. രാവിലെ അനുവാണ് ആദ്യം എണീറ്റത്. അവൾ ഉടനെ ബാക്കിയുള്ളവരെ കുലുക്കി വിളിക്കാൻ തുടങ്ങി. ഡി ആലി, അന്നമ്മേ, എണീക്കടി. ഗൗരി, ഇന്ദു. അനുവിൻ്റെ കാറിക്കൂവിയുള്ള വിളിക്കേട്ട് ഓരോരുത്തരായി എണീറ്റു. എന്താടി, ഒന്നുറങ്ങാനും സമ്മതിക്കില്ലേ? ആൻ കണ്ണും തിരുമ്മി ചോദിച്ചു. അനു പറഞ്ഞ കാര്യം കേട്ട് 4 പേരും ഞെട്ടിത്തരിച്ച് അനുവിനെ നോക്കി. എന്തോന്നാ? അനു പറഞ്ഞത് കേട്ട് ഞെട്ടിയാൻ ചോദിച്ചു. നമുക്ക് കുളത്തിൽ കുളിച്ചാലോ എന്ന്. അതിനിവിടെ കുളവുണ്ടോ? ഉള്ളത് കൊണ്ടല്ലേ പെണ്ണെ വിളിച്ചത്. എന്നാലും ഈ തണുപ്പത്ത് കുളിക്കണോ? നാളെ കുളിച്ചാൽ പോരെ? ഇങ്ങനൊരു മടിച്ച്. വേണേ വാ. ഞാനുണ്ട്. ഞങ്ങളും. എന്നാ ഞാനും. എന്നാ വാ, ഇടാനുള്ള ഡ്രസ്സ് എടുത്തോ, ബാക്കിയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അവരിടാനുള്ള ഡ്രസ്സും എടുത്ത് നേരെ താഴേക്ക് ചെന്നു. അടുക്കളയിൽ ചെന്ന് പാർവതിയോട് കുളത്തിലേക്ക് പോകുവാണെന്ന് പറഞ്ഞവൾ കുളത്തിലേക്ക് വിട്ടു. നിങ്ങൾക്ക് നീന്തൽ അറിയോ? അറിയാം. വീടിന് വലതുവശത്ത് കൂടി പോയി കുറച്ച് പടികൾ ഇറങ്ങി അവർ എത്തിയത് തറവാടിന് പുറകുവശത്താണ്. കുറച്ചുകൂടി നടന്നതും അവർ വലിയൊരു വാതിലിന് മുന്നിലെത്തി. അനു ആ വാതിൽ തള്ളി തുറന്നകത്തേക്ക് കയറി. പുറകെ കയറി ബാക്കിയുള്ളവർ കണ്ണും തള്ളി നിന്നുപോയി. ആകാശനീലം പച്ചയും കലർന്ന് തെളിഞ്ഞ വെള്ളം ചുറ്റും മതിൽ കെട്ടി തിരിച്ചിട്ടുണ്ട്. കുളത്തിലേക്ക് ഇറങ്ങാനായി കൽപ്പടവുകളുണ്ട്. കുളത്തിൽ നിറയെ നീലാമ്പലുകൾ വിരിഞ്ഞു നിൽപ്പുണ്ട്. വാവ്, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഗൗരി കുളത്തിന് ചുറ്റും കണ്ണോടിച്ചുകൊണ്ട് പറഞ്ഞു. സത്യം, എന്ത് ഭംഗിയാ. നീ ഇതൊക്കെ കളഞ്ഞിട്ട് എങ്ങനെയാടി ആ ഹോസ്റ്റലിൽ നിൽക്കുന്നേ? ഇനിയൊന്നും നോക്കണ്ട, ചാടിക്കോ. ആലെ അത് പറഞ്ഞ് പടികൾ ഇറങ്ങാൻ തുടങ്ങി. ഡി, ഡ്രസ്സ് മാറ്റിയിട്ട് പോ. അനു വിളിച്ചു പറഞ്ഞതും ആല് തിരിച്ചു കയറി. അവർ മറപ്പുരയിൽ കയറി ഡ്രസ്സ് മാറി. അനു കാണിച്ചു കൊടുത്ത പോലെ ഒറ്റമുണ്ട് ഉടുത്ത് പടികൾ ഇറങ്ങി കുളത്തിലേക്ക് ഇറങ്ങി. രാവിലെ ആയതിനാൽ നല്ല തണുപ്പുണ്ട്. എല്ലാവരും മുങ്ങി നിവർന്നു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം തെറിപ്പിച്ച് ആകെ കൂടെ കലവില തന്നെ. ഇപ്പോൾ ആ പാട്ടുകൂടി വേണമായിരുന്നല്ലേ? ഏത് പാട്ട്? ഈ പെൺപിള്ളേര് കുളത്തിൽ കുളിക്കുമ്പോൾ ഇടുന്ന ദേശീയ ഗാനമില്ലേ? അത് പറഞ്ഞ് ഞാൻ തകർത്തു പാടുവാണ്. ഒടുക്കം ഇന്ദു കയറി വാ പൊത്തി. നിർത്തടി നിന്റെ കാളരാഗം, സഹിക്കുന്നതിനൊരു പരിധിയില്ലേ? ഇന്ദു കലിപ്പായി. ആ കുളത്തിലെ മീനുകൾ വരെ ഓടിക്കാണും. എന്തേ, നന്നായിരുന്നില്ലേ? എടി, ചിലപ്പോൾ സിനിമയിലെ പോലെ ഏതേലും ദിലീപ് ഇവിടെയും വന്നാലോ? പുള്ളിക്ക് ഒരു എൻട്രി മ്യൂസിക് വേണ്ടേ? ഇല്ല, കുട്ടിക്കൊന്നുമില്ല. ആലിയ എന്നെ ചേർത്ത് പിടിച്ചു പറഞ്ഞു. വരൂടി, നിന്റെ കാളരാഗം കേട്ട് നിന്റെ അച്ചായൻ ഇപ്പോൾ വരും. എൻ്റെ കൃഷ്ണ, അങ്ങേരുടെ തലവിധി, അല്ലാതെന്തു പറയാനാ? അനു തലയ്ക്ക് കൈവച്ചു. മര്യാദയ്ക്ക് കുളിക്കണമേ, കുളിച്ചോളണം, ഇന്ദു ആനിനോട് പറഞ്ഞു. അവർ പിന്നെ ഓരോന്ന് പറഞ്ഞ് കളിച്ച് ചിരിച്ച് കുളി തുടർന്നു. ഓരോരുത്തരായി കുളിച്ച് കയറി തല തുവർത്തി ഡ്രസ്സ് മാറി വന്നു. എല്ലാവരും കയറിയിട്ടും ഗൗരി ഇപ്പോഴും വെള്ളത്തിൽ തന്നെ. ഡി, മതി നീരാടിയത്, കയറി വാ. നിങ്ങൾ പൊക്കോ അനു, ഞാൻ കുറച്ചു നേരം കൂടി നിന്നോട്ടെ.
ഇവിടെ എന്തോ വല്ലാണ്ട് ഇഷ്ടമായി എനിക്ക്. വേഗം വരണം. അതും പറഞ്ഞവർ 4 പേരും കയറിപ്പോയി. ഗൗരി ഒരു മത്സ്യകന്യകയുടെ മെയ്വയക്കത്തോടെ വീണ്ടും നീന്തി തുടിച്ചു. ഇതേ സമയം അങ്ങ് ബോയ്സിൽ റൂമിൽ 5 എണ്ണത്തിനെയും കിടപ്പ് കണ്ടാൽ പെറ്റ തള്ള സഹിക്കൂല. അജുവിൻ്റെ കാല് വിച്ചുവിൻ്റെ നെഞ്ചത്ത്, വിച്ചുവിൻ്റെ കൈ സിദ്ധുവിൻ്റെ കഴുത്തിൽ. സിദ്ധു എബിയുടെ കാലും കെട്ടിപ്പിടിച്ച് കിടക്കുന്നു. എബി തലതിരിഞ്ഞാണ് കിടപ്പ്. സിദ്ധുവിൻ്റെ കാലിനെയാണ് എബിയുടെ തല. ആദ്യം ഒരുവിധം നേരെ അങ്ങ് അറ്റത്ത് കിടപ്പുണ്ട്. ജനൽപ്പാളിയിലൂടെ സൂര്യപ്രകാശം മുഖത്തടിച്ചതും നെറ്റി ചുളിച്ചുകൊണ്ട് ആദ്യം പതുക്കെ കണ്ണു തുറന്നു. മൂരി നിവർന്നുകൊണ്ട് അവൻ എണീറ്റു. മറ്റുള്ളവരുടെ കിടപ്പ് കണ്ടവന് ചിരി വന്നു. അവൻ പതിയെ റൂം തുറന്ന് താഴേക്ക് വന്നു. ആഹാ, മോനുണർന്നോ? സ്ഥലം മാറിക്കിടന്ന് ഉറക്കമൊക്കെ ശരിയായോ? അവനെ കണ്ട് മുത്തശ്ശി ചോദിച്ചു. ശരിയായെന്നോ? കുറേ കാലം കൂടി നന്നായിട്ടൊന്ന് ഉറങ്ങി, ആദ്യ ചിരിയോടെ പറഞ്ഞു. മോൻ കുളിച്ചോ? ഇല്ല മുത്തശ്ശി. നീന്തൽ അറിയോ? എങ്കിൽ കുളത്തിൽ പോയി കുളിച്ചോളൂ. ഇവിടെ കുളമുണ്ടോ? അതൊന്നും അവൾ പറഞ്ഞില്ലേ. തറവാടിനോട് ചേർന്നൊരു കുളമുണ്ട്. മുറ്റത്ത് നിന്ന് വലതുവശത്തൂടെ തറവാടിന് പുറകുവശത്തായി. ആണോ? എന്നാൽ ഇന്നത്തെ കുളി കുളത്തിൽ തന്നെ. ഞാൻ പോയി അവന്മാരെ കൂടി വിളിച്ചിട്ട് വരാം. ആദ്യം അത് പറഞ്ഞ് തുള്ളിച്ചാടി മുറിയിലേക്ക് പോയി. അവൻ പോകുന്നത് നോക്കി മുത്തശ്ശി ചിരിയോടെ മുറിയിലേക്ക് പോയി. ഡാ അജു, എണീക്കടാ. എല്ലാവരെയും വിളിച്ചു, പക്ഷെ ഒരനക്കവുമില്ല. ഡാ സിദ്ധു, നീയേലും എണീക്ക്. സിദ്ധു ഒന്നുകൂടി എബിയുടെ കാല് ചേർത്ത് പിടിച്ച് കിടന്നു. ഇവന്മാർ കുംഭകർണൻ്റെ ആരേലും ആണോ? ഉറക്കഭ്രാന്തന്മാര്. ആദ്യം അവരെ ഉണർത്താനുള്ള ശ്രമം ഉപേക്ഷിച്ച് തോർത്തുമെടുത്ത് പുറത്തേക്ക് ഇറങ്ങി. ആദ്യ വലതുവശത്തു കൂടി പോയപ്പോൾ അനു മറ്റുള്ളവരെയും കൊണ്ട് മറു സൈഡിലൂടെ പോയി. കുളത്തിൻ്റെ പടിവാതിൽ തുറന്നകത്തേക്ക് കയറിയതും കുളത്തിലെ കാഴ്ച കണ്ട് ആദ്യം ഒരു നിമിഷം നിന്നു. പിന്നീട് ഒരു ചിരിയോടെ പടിയിറങ്ങി താഴേക്ക് ചെന്നു. ഗൗരി തിരിഞ്ഞു നിന്നതിനാൽ ആദ്യ വന്നതൊന്നും കണ്ടില്ല. ആദ്യ തോർത്ത് പടിയിൽ വെച്ചിട്ട് കുളത്തിലേക്ക് എടുത്തു ചാടി. പെട്ടെന്ന് കുളത്തിലേക്ക് എന്തോ വന്ന് വീണതറിഞ്ഞതും ഗൗരി ഭയന്ന് പുറകിലോട്ട് മാറി. അവൾ ചുറ്റും നോക്കിയെങ്കിലും ആരെയും കാണാൻ കഴിഞ്ഞില്ല. ആദ്യ വെള്ളത്തിനടിയിലൂടെ ചെന്ന് അവളുടെ കാലിൽ പിടിച്ച് താഴേക്ക് വലിച്ചു. പെട്ടെന്നുള്ള വലിയിൽ ഗൗരി വെള്ളത്തിലേക്ക് താഴ്ന്നു പോയി. അവൾ ഉടനെ സംയമനം വീണ്ടെടുത്ത് മുങ്ങി നിവർന്നു. ആരാണെന്ന് ഗൗരി ചുറ്റും വെള്ളം തെറിപ്പിച്ചുകൊണ്ട് ചോദിച്ചു. പെട്ടെന്ന് ആദ്യം അവൾക്ക് മുന്നിൽ പൊങ്ങി വന്നു. പെട്ടെന്ന് തൊട്ടടുത്ത ഒരാളെ കണ്ടതും ഗൗരി ഭയം കൊണ്ട് പുറകിലോട്ട് ആഞ്ഞു. ആദ്യം അവൾ വീഴാൻ പോയ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് അവനോട് അടുപ്പിച്ചു. പെട്ടെന്നുള്ള ഷോക്കിൽ ഗൗരി അവൻ്റെ നഗ്നമായ തോളിൽ അള്ളിപ്പിടിച്ച് മുഖം നെഞ്ചിൽ ചേർത്ത് കണ്ണുകൾ അടച്ചു. എന്തേ, എൻ്റെ ജാൻസി റാണി പേടിച്ചു പോയോ? ആദ്യ കുസൃതിയോടെ അവളുടെ ചെവിയിൽ ചോദിച്ചതും ഗൗരി പെട്ടെന്ന് മുഖം ഉയർത്തി നോക്കി. പെട്ടെന്ന് ഇത്രയും അടുത്ത് അവനെ കണ്ടതും അവളൊന്ന് വിറച്ചു. അവൻ്റെ നഗ്നമായ നെഞ്ചോട് ചേർന്നാണ് താൻ നിൽക്കുന്നതെന്ന ബോധം വന്നതും നാണത്തോടെ അവൾ മുഖം കുനിച്ചു. എന്നാൽ അവളുടെ മുഖത്തും നഗ്നമായ തോളിലും പറ്റിപ്പിടിച്ചിരിക്കുന്ന വെള്ളത്തുള്ളിലായിരുന്നു ആദിയുടെ ശ്രദ്ധ. ആദി വിരലുകൾ കൊണ്ട് അവളുടെ താടി പിടിച്ചുയർത്തി. അവളുടെ പിടയ്ക്കുന്ന മിഴികളിൽ അവൻ സ്വയം അലിഞ്ഞില്ലാതാവുന്നതായി അവന് തോന്നി. അവൻ്റെ പ്രണയാർദ്രമായ കണ്ണുകളെ നേരിടാനാവാതെ അവളുടെ കണ്ണുകൾ കൂമ്പിയടഞ്ഞു. ആദിയുടെ ചുണ്ടുകൾ അവളുടെ നെറ്റിയിൽ പതിഞ്ഞു. അത് പതിയെ അവളുടെ ഇരു കണ്ണുകളിലും മുദ്രണം ചാർത്തി. കണ്ണുകളിൽ നിന്നും അവളുടെ തുടുത്ത കവിളുകളിൽ മുത്തമിട്ടു. വെള്ളത്തിൻ്റെ തണുപ്പിലും ആദിയുടെ ആദരങ്ങളുടെ ചൂട് ഗൗരിയുടെ ശരീരത്തിലേക്ക് പടർന്നു. അവളുടെ കൈകൾ അവൻ്റെ തോളിൽ മുറുകി. കവിളുകളിൽ നിന്നും ആദിയുടെ ദൃഷ്ടി അവളുടെ വിറയ്ക്കുന്ന ചുണ്ടുകളിലേക്കായി. ആദിയുടെ വിരലുകൾ ആ പനിനീർദളങ്ങളിൽ അമർത്തി തലോടി. ഗൗരി വിറച്ചുകൊണ്ട് അവനോടൊന്നുകൂടെ ചേർന്ന് നിന്നു. ആദിമുഖം അവളിലേക്ക് അടുപ്പിച്ചു. പതിയെ അവൻ്റെ ആദരങ്ങൾ അതിൻ്റെ അവകാശിയിൽ പതിഞ്ഞു. ഗൗരിയുടെ കീഴ്ചുണ്ടവൻ പതിയെ നുണയാൻ തുടങ്ങി. പതിയെ അവൻ അവളിലേക്ക് ആഴ്ന്നിറങ്ങി. ഗൗരിയുടെ ആ ചുംബനത്തിൽ ലയിച്ചു. പരസ്പരം വിട്ടുമാറാതെ ഇരുവരും ദീർഘമായി ചുംബിച്ചു. ഗൗരിയുടെ കൈകൾ അവൻ്റെ മുടിയിൽ കൊരുത്തു വലിച്ചു. ആദിയുടെ കൈകൾ അവളുടെ ഇടുപ്പിൽ മുറുകി. അവൻ അവളെ തന്നിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരുന്നു. ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടിയിട്ടും വിട്ടുമാറാൻ അവർ തയ്യാറായിരുന്നില്ല. വായിൽ ചോരയുടെ രുചി അറിഞ്ഞതും ആദ്യം അവളുടെ ചുണ്ടുകളെ മോചിപ്പിച്ചു. ഗൗരി അവനെ ഫേസ് ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ മുഖം ഒളിപ്പിച്ചു. അവളുടെ ചുണ്ടിൽ അപ്പോഴും നാണത്തിൽ കുതിർന്നൊരു പുഞ്ചിരി നിലനിന്നിരുന്നു. അവനും അവളെ തന്നോട് ചേർത്ത് പിടിച്ചു. ഗൗരി, അവൻ ആർദ്രമായി വിളിച്ചു. അവളൊന്ന് മൂളുക മാത്രം ചെയ്തു. ഗൗരി, ഞാൻ പെട്ടെന്ന്. ബാക്കി പറയാൻ അനുവദിക്കാതെ ഗൗരി അവൻ്റെ ആദരങ്ങൾ അവളുടേതിനാൽ ബന്ധിച്ചു. ആദിയൊന്ന് ഞെട്ടിയെങ്കിലും പതിയെ ആദിയും ആ ചുംബനത്തിൽ ലയിച്ചു.
അകന്നു മാറാതെ പരസ്പരം മത്സരിച്ച് അവർ ചുംബിച്ചു. ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടിയതും ഗൗരി അവൻ്റെ ചുണ്ടുകൾ മോചിപ്പിച്ചു. അവൻ്റെ നെറ്റിയിൽ നെറ്റി ചേർത്ത് നിന്നു. ശ്വാസമൊന്ന് ഓക്കെയായതും അവൾ ഇരുകൈ കൊണ്ടും അവൻ്റെ മുഖം കോരിയെടുത്തു. ഐ ലവ് യു ആദി. അവനുള്ള എല്ലാ ഉത്തരങ്ങളും ആ വാക്കുകളിൽ ഉണ്ടായിരുന്നു. അവനുടനെ അവളെ കെട്ടിപ്പിടിച്ചു. അവളും അവനോട് ചേർന്ന് നിന്നു. തോളിലിരുന്ന് അവൻ്റെ മുഖം നഗ്നമായ അവളുടെ കഴുത്തിൽ കുസൃതി കാട്ടി തുടങ്ങിയതും അവൻ അവളെ തള്ളി മാറ്റി. പെട്ടെന്നുള്ള തള്ളിൽ ബാലൻസ് കിട്ടാതെ ആദി വെള്ളത്തിൽ മറന്നു വീണു. അവൻ്റെ വീഴ്ച കണ്ട് ചിരിച്ചുകൊണ്ട് അവൾ പടവുകൾ കയറിപ്പോയി. മുങ്ങി നിവർന്ന ആദി കാണുന്നത് ചിരിയോടെ അവനെ നോക്കി പടവുകൾ കയറിപ്പോകുന്ന ഗൗരിയെയാണ്. അവൾ ഡ്രസ്സ് മാറി അവനെ നോക്കി ചിരിച്ചുകൊണ്ട് പോയി. നിറഞ്ഞ പുഞ്ചിരിയോടെ ആദി തിരിഞ്ഞു നീന്തി. ഗൗരി പോയി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആദിയും കുളി കഴിഞ്ഞ് തിരിച്ചു വീട്ടിലെത്തി. കളിയും ചിരിയുമൊക്കെയായി രാവിലത്തെ കാപ്പിക്കുടിയും മറ്റുമൊക്കെ കഴിഞ്ഞു. ഗൗരിയുടെ മുഖത്തെ തിളക്കം കണ്ട് അനുവും ആനും കാര്യം ചോദിച്ചെങ്കിലും ഗൗരി ഒരു ചിരിയോടെ ഒഴിഞ്ഞു മാറി. ആദിയെ കാണുമ്പോഴൊക്കെ അവളുടെ മുഖം ചുമന്ന് തുടുത്തു. ഒരു കുസൃതി ചിരിയോടെ അവനത് ആസ്വദിച്ചു. ഉച്ചഭക്ഷണം കഴിച്ച് വരാന്തയിൽ ഇരിക്കുമ്പോഴാണ് അനു നാട് ചുറ്റാൻ പോവാമെന്ന് പറഞ്ഞത്. എല്ലാവരും ഒരുപോലെ അത് അനുകൂലിച്ച് അമ്മയോട് പറഞ്ഞവർ പുറത്തേക്ക് ഇറങ്ങി. പടിപ്പുര കഴിഞ്ഞ് അവർ നേരെ തൊടിയിലേക്ക് ഇറങ്ങി. ഇരുവശത്തും പൂത്തു നിൽക്കുന്ന നെൽവയൽ. എന്ത് രസാലേ ഇവിടെ കാണാൻ. ഞാൻ സിനിമയിൽ മാത്രമേ ഇതൊക്കെ കണ്ടിട്ടുള്ളൂ. അവർ വരമ്പിൽ കൂടെ അസംബ്ലിക്ക് പോകും പോലെ നിരനിരയായി നടന്നു. അജുവാണ് ഏറ്റവും പുറകിൽ. അജു ഇന്ദുവിൻ്റെ വെള്ള ഷോളും വാങ്ങി തലയിൽ കെട്ടി പാട്ടുപാടി മുന്നേ പോകുന്ന ആദിയുടെ കയ്യിൽ കെട്ടിയ ഒരു ചുള്ളിക്കമ്പ് വെച്ച് തല്ലുന്നുണ്ട്. അജുവിൻ്റെ ശല്യം സഹിക്കവയ്യാതെ ആദ്യം അത് തന്നെ ചെയ്തു. ഒറ്റ തള്ളു ദേ കിടക്കുന്നു വയലിൽ. ചെളിയിൽ മുങ്ങി കുളിച്ച അജു പൊങ്ങി വന്നു. ആരാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്തവൻ്റെ രൂപം കണ്ടതും അവരെല്ലാവരും ചിരിക്കാൻ തുടങ്ങി. ഇതെന്താ ചളി ഫേഷ്യലോ? ഇന്ദു ആക്കി ചോദിച്ചു. ഡാജു, നിന്നെ ഇപ്പൊ ശരിക്കും കണ്ടാലേ മീശമാധവനെ ചാണകത്തിൽ വീണ സെലിംഗുബാറേട്ടിനെ പോലെയുണ്ട്. എനിക്കിനി ചിരിക്കാൻ വയ്യേ, എബി ചിരി നിർത്താതെ പറഞ്ഞു. എബിയുടെ കൊലച്ചിരി കണ്ടതും അജുവിന് എരിഞ്ഞു കയറി. എന്നാ നീ കൂടി വാടാ. അതും പറഞ്ഞ അജു എബിയുടെ കാലിൽ പിടിച്ചു വലിച്ചു. അമ്മച്ചി! ഒരു നിലവിളിയോടെ എബിയും വന്ന് വീണു. ചെളിയിൽ മുങ്ങി നിവർന്ന് അവനെ കൂടി കണ്ടതും മറ്റുള്ളവരുടെ ചിരി കൂടി. അത് കണ്ട് അജുവും എബിയും പരസ്പരം നോക്കി. അറ്റാക്ക്! രണ്ടാളും കൂടി എല്ലാത്തിനെയും വലിച്ച് ചെളിയിലിട്ടു. പിന്നങ്ങോട്ട് ചെളിയിൽ കിടന്നറിയായിരുന്നു അടിപിടി. എന്തിനാടാ തൻ്റെ മര്യാദക്ക് നിന്ന് എന്നെ പിടിച്ച് ചെളിയിലിട്ടത്? ഇതൊരു ട്രീറ്റ്മെൻ്റ് ആണ് മോനെ. ചെളിയോപ്പതി ഓർമ്മശക്തി കൂടാൻ വേണ്ടിയിട്ട് നല്ലതാ. ചെളിയോപ്പതിയോ? അത് ഏത് പതി? അനു ചോദിച്ചു. അതെ, നിന്റെ പതി വിഷ്ണു പ്രതാപ്. മിണ്ടാതിരിക്ക് കുരിപ്പേ. ഓഹോ, അങ്ങേരായിരുന്നോ? ഡി, എന്താടി എനിക്ക് കുഴപ്പം? ഒന്ന് നിർത്തുന്നുണ്ടോ? എന്തായാലും നന്നായിട്ടുണ്ട്. ആ, പക്ഷേ ഇവിടെ ഞണ്ടും നീർക്കോലിയുമൊക്കെ കാണും. അയ്യോ, പാമ്പ്! ആലി അത് പറഞ്ഞടുത്ത് നിന്ന് അജുവിൻ്റെ തോളിൽ കയറി. പാമ്പോ? എവിടെ? അജു അവളെയും കൊണ്ട് തുള്ളിക്കളിച്ചു. അടങ്ങി നിൽക്കടാ, അവനൊരു ചാൻസ് പറഞ്ഞതാ. എബി അജുവിനെ പിടിച്ചു നിർത്തി. ഇറങ്ങടി അങ്ങോട്ട്, സുഖിച്ചിരിക്കുക. അജു ആലിയെ താഴെ നിർത്തി. അവൾ അവനെ ഒന്ന് ഇളിച്ചു കാണിച്ചു കൊടുത്തു. അവർ ഓരോന്ന് പറഞ്ഞു വീണ്ടും മടിയായി. അപ്പോഴാണ് വയലിലെ പണി കഴിഞ്ഞ് ഗോപാലേട്ടൻ അതുവഴി വന്നത്. എന്താ അവിടെ? ഗോപാലേട്ടൻ അവരുടെ അടുത്തേക്ക് ചെന്നു. ഗോപാലേട്ടൻ്റെ ശബ്ദം കേട്ടാണ് നമ്മുടെ നഴ്സറി കുട്ടികൾക്ക് സ്വബോധം വന്നത്. ഇതെൻ്റെ ഫ്രണ്ട്സാ ഗോപാലേട്ടാ, എറണാകുളത്ത് നിന്ന് വന്നതാ ഓണം കൂടാൻ. ആഹാ, അനുക്കുട്ടിയായിരുന്നു. ഒരു ദിവസം മുഴുവൻ പണിയെടുത്താൽ പോലും എൻ്റെ ദേഹത്ത് ഇങ്ങനെ ചെളിയാവില്ല. ഇതിപ്പോൾ നിങ്ങളുടെ മുഖം പോലും തിരിച്ചറിയാൻ വയ്യല്ലോ അനുക്കുട്ടി. ഗോപാലേട്ടൻ അവരെല്ലാം ഒരു വളിച്ച ചിരി പാസാക്കി കൊടുത്തു. മതി ഇവിടെ നിന്ന് കളിച്ചത്, വീട്ടിൽ പോകാൻ നോക്ക്. ശരി ഗോപാലേട്ടാ. അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ വീട്ടിലേക്ക് പോയി. അമ്മേ, എന്തിനാ ഇങ്ങനെ പിച്ചക്കാരെ പോലെ വിളിച്ചു പോകുന്ന പിള്ളേരെ എന്ന് ചോദിച്ചുകൊണ്ട് പുറത്തേക്ക് വന്ന അമ്മ മുറ്റത്ത് നിരന്നു നിൽക്കുന്ന 10 ചെളിഭൂതങ്ങളെ കണ്ട് ഞെട്ടി. ആരാ? ഞങ്ങളാ അമ്മേ. ആഹാ, നല്ല ചേലായിട്ടുണ്ട്. കറ നല്ലതല്ലേ അമ്മേ? പിന്നെ വളരെ നല്ലതാ. ഈ കറ കഴുകി കളഞ്ഞിട്ട് അമ്മയുടെ മക്കൾ അകത്തോട്ട് കയറിയാൽ മതി. പോയി അടിച്ചു നനച്ച് കുളിക്കണ്ടടാ. അമ്മ അത് പറഞ്ഞ് അകത്തേക്ക് പോയി. പോരാളി പറഞ്ഞതാ. അതുകൊണ്ട് പിള്ളേരെല്ലാം ഡീസൻ്റായിട്ട് പോയി കുളിച്ച് വൃത്തിയായി വന്നു. വൈകിട്ടത് ചായ കുടിയും പ്രാർത്ഥനയും ഒക്കെ കഴിഞ്ഞ് എല്ലാവരും അത്താഴത്തിന് ഒത്തുകൂടി. ഭക്ഷണം കഴിക്കുന്നതിനിടയിലാണ് അനുവിൻ്റെ അച്ഛൻ അത് പറഞ്ഞത്. അമ്മേ, നാളെ അനുമോളെ പെണ്ണ് കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ട്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മോനാ. അവർ ഇവളെ പുറത്ത് വെച്ച് കണ്ട് ഇഷ്ടമായതാ. പയ്യൻ ഡോക്ടറാണ്. അച്ഛൻ പറഞ്ഞത് കേട്ടതും പിള്ളേരെല്ലാം ഞെട്ടി.
പെണ്ണ് കാണലോ? വിച്ചുവാണ് ചോദിച്ചത്. അതേ മോനെ, നാളെ അവർ വരും. സഹോദരങ്ങളുടെ സ്ഥാനത്ത് നിന്ന് എല്ലാം ഭംഗിയായിട്ട് നിങ്ങൾ നോക്കണം.